നമസ്കാരം. നമ്മുടെ നാഷണൽ ഹൈവേ വർക്ക് തിരുവനന്തപുരം മുതൽ ഏകദേശം കേരളത്തിൻ്റെ അങ്ങേ അറ്റം വരെ നിർമ്മാണ പുരോഗതിയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം അതിർത്തിയിൽ എസ്പെഷ്യലി കണിയാപുരത്ത് പറയുന്ന മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരല്പം പുരോഗതി വന്നതായിട്ട് പല പേജസിലും കണ്ടു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഭാഗത്തുള്ള നാഷണൽ ഹൈവേയുടെ വർക്കിൻ്റെ ഒരു സ്റ്റാറ്റസാണ്. കഴക്കൂട്ടം ഭാഗത്ത് എത്തിയതിനു ശേഷം അവിടെ നിന്ന് കണിയാപുരത്ത് പോയി യൂട്ടേൺ എടുത്ത് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം. ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് ലാസ്റ്റത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള ഒരു ചേഞ്ചസ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദൂരെയായിട്ട് തന്നെ കണിയാപുരത്ത് വരുന്ന മേൽപ്പാലവും അതുപോലെ തന്നെ അതിന് അടിയിലുള്ള അണ്ടർപാസ് മാതൃകയിലുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരല്പം മുമ്പിലേക്ക് പോയതായിട്ടാണ് ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ കാണാൻ കഴിഞ്ഞത്. ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ പോലെ തന്നെ കണിയാപുരത്ത് വരുന്ന ആ ഫ്ലൈ ഓവർ ഒരു മിഡ് സെക്ഷൻ കംപ്ലീറ്റ് ആയ ഒരു അവസ്ഥയിലാണ്. പില്ലറിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വരുന്ന ആ നടുക്കഷ്ണത്തിൽ വരുന്ന ഗർഡറുകളുടെ വർക്കുകളും കംപ്ലീറ്റ് ആയിരിക്കുന്നു. പക്ഷേ അതിനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ട് എൻഡിലും, പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ അവസാനത്തിലും. നമുക്കിതിൻ്റെ സൈഡിലായിട്ട് വരുന്ന റീറ്റേണിംഗ് വാളുകൾ കൃത്യമായിട്ട് കാണാം. ആ ഭാഗത്തെല്ലാം സ്വാഭാവികമായിട്ടും എർത്ത് ഫില്ലിംഗ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കണിയാപുരം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഭാഗത്തേക്ക് നമുക്ക് അങ്ങോട്ട് തിരിയാനുള്ള ഒരു ആക്സസിനായിട്ട് ഈ രീതിയിലുള്ള ഒരു അണ്ടർപാസ് മാതൃകയിലും കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം മോശം സിറ്റുവേഷനാണ് തോന്നിയത്. ഒരല്പം പോലും ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ് ആ ബസ് സ്റ്റാൻഡ് ഉള്ളത്. പൂർണ്ണമായിട്ടും രണ്ട് സൈഡിലെയും റീറ്റെയിനിങ് വാളുകൾ കംപ്ലീറ്റഡ് ആയത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയാം. പല ഭാഗത്തും നമുക്ക് ഈ പറഞ്ഞ നിർമ്മാണം നടക്കുന്നതും കാണാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും പല അന്യ ജില്ലയിലെ പ്രധാനപ്പെട്ട നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്ന പേജസിൽ പലരും പറയുന്നത് തിരുവനന്തപുരത്തിനേക്കാൾ ആ ഭാഗത്ത് നിർമ്മാണ വേഗത ഒരല്പം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ എനിക്ക് ഇവിടെ തരാൻ കഴിയില്ല. പക്ഷേ ലാസ്റ്റ് വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഒന്നും എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ നിർമ്മാണ പുരോഗതി ഈ മേൽപ്പാലത്തിനുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അന്ന് ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും പില്ലറിംഗ് വർക്കുകളെല്ലാം ഒരു കംപ്ലീറ്റഡ് ആവുന്ന ഒരു സ്റ്റേജിലാണ് ഉണ്ടായിരുന്നത്. കഴക്കൂട്ടത്ത് നിലവിലുള്ള ആ വലിയ മേൽപ്പാലത്തിൽ നിന്ന് നമ്മൾ കഴക്കൂട്ടം ജംഗ്ഷൻ ഇപ്പുറത്തേക്ക് വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ട്രാഫിക് ശക്തമായ രീതിയിൽ അറിയാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയം ഒരു ഉച്ച സമയമാണ്, അത്ര പീക്ക് ടൈം ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. എസ്പെഷ്യലി നമുക്കൊരു ആറ്റിങ്ങൽ ഭാഗത്തേക്ക് എന്തെങ്കിലും എമർജൻസിക്ക് പോവേണ്ടി വന്നാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. പക്ഷേ ഈ തരത്തിലുള്ള വലിയ വർക്കുകൾ നടക്കുമ്പോൾ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അല്പം കൂടെ നിർമ്മാണ വേഗത കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. സോ പറഞ്ഞു വന്നത്, നമ്മൾ കഴക്കൂട്ടത്ത് വന്ന് ഇറങ്ങുന്ന ആ വലിയ മേൽപ്പാലത്തിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന കണിയാപുരം ബ്രിഡ്ജ് കംപ്ലീറ്റഡ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ യാത്ര ഈസി ആവും. നമുക്ക് ഏകദേശം ഒരു മംഗലപുരത്തിന് അപ്പുറത്തേക്ക് വന്ന് ഇറങ്ങാവുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ നിർമ്മാണം അവസാനിക്കുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിപ്പുറം ഭാഗത്തും ഈ തരത്തിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ആറ്റിങ്ങൽ വരെ ഇതിൻ്റെ ഒരു നിർമ്മാണം കംപ്ലീറ്റഡ് ആകുമ്പോൾ ഈസി ആയിട്ട് യാത്ര ചെയ്ത് എത്താൻ പറ്റും. നാഷണൽ ഹൈവേ ആണെങ്കിലും കഴക്കൂട്ടം വരെയുള്ള വളരെ സുഗമമായ യാത്ര കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ആറ്റിങ്ങൽ വരെ എത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു കൊല്ലത്തിൻ്റെ ഒരു എൻട്രി പോയിന്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എത്രയും പെട്ടെന്ന് നമുക്കിതിൻ്റെ നിർമ്മാണം കംപ്ലീറ്റഡ് ആവും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അതിനുശേഷം അല്ലെങ്കിൽ ഒരു അല്പം ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് കണ്ട് ഇതിൻ്റെ ഒരു എന്താണ് ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് എന്തെങ്കിലും രീതിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് നിന്ന് നിങ്ങൾക്ക് പെരുമാതുറ വരുന്ന റോഡിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൊല്ലത്തേക്ക് അല്പം ദൂരം കൂടുതലാണെങ്കിലും സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വഴിയെ അപ്പോൾ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.